അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. മുത്തഖീങ്ങൾ കൊളി പരത്താനെത്തി സത്യം പൂത്തൊരിമ്പം. മുത്തഖീങ്ങൾ കൊളി പരത്താനെത്തി സത്യം പൂത്തൊരിമ്പം. എട്ടു ദിക്കിലുമാത്തമോദം പുണ്യതക്ക് പേരിന്നിരമ്പം. എട്ടു ദിക്കിലുമാത്തമോദം പുണ്യതക്ക് പേരിന്നുരമ്പം. അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. വർണ്ണനീല പട്ടുടുത്ത താരകങ്ങൾ പോയി മറയും. സ്വർണവും ചുമന്നു ശംസ് നാളെ രാവിലെ വന്നണയും. നാളെ രാവിലെ വന്നണയും. സഫ് സഫായാടുമേഘം വിണ്ണിലുള്ളോരീതുഗാഹിൽ. ഒപ്പമൊപ്പം കേട്ടിടാമല്ലാഹു അക്ബർ എന്നിലാഹിൽ. അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. ഒന്നുരക്കിതിന്റെ വൻ സന്തോഷമുണ്ടോ നിന്റെ ഹക്കിൽ? മണ്ണ് വിണ്ണിന്നേകിയ സന്ദേശമുണ്ടോ നിന്റെ കൊക്കിൽ? അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. അധര മധുര തേൻ കിനാവ് പുതിയ ശൗവാൽ പാൽ നിലാവ്. വ്രതമഹത്വത്തിന്റെ റമളാൻ വിട പറഞ്ഞുണർന്ന പൂവ്. ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈദ് ഇശൽ എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇവിടെ ഗാനമേള രംഗത്തും സോഷ്യൽ മീഡിയകളിലൊക്കെ ഒട്ടേറെ ആരാധകരും ഒക്കെയുള്ള ഗായകന്മാരാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട നവാസ് കാസർഗോഡാണ് ഇവിടെ നമ്മളെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത മൈലാഞ്ചി എന്ന റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു. പിന്നെ ധാരാളം വേദികളിലൂടെ ഗൾഫ് ഗൾഫിലും നാട്ടിലൊക്കെ ഏറെ ശ്രദ്ധേയനായ നല്ലൊരു പാട്ടുകാരനാണ്. നല്ലൊരു ഹിന്ദി സിംഗറും കൂടിയാണ് നവാസ് കാസർഗോഡ്. താങ്ക് യു സോ മച്ച്. പിന്നെ പട്രുമാൽ എന്ന റിയാലിറ്റി ഷോയിലൂടെ ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ
നല്ലൊരു ഗായികയാണ് സുറുമി. ഇപ്പോൾ തിരൂറാണ് താമസിക്കുന്നത്. സുറുമി വയനാടാണ്. സുറുമി വയനാട് നമ്മളെ ഈ എന്താ പറയുക, ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ധാരാളം പ്രോഗ്രാമിൽ ഒരുമിച്ച് നമ്മൾ കണ്ടെടുത്ത കുട്ടിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സുറുമി വയനാടാണ്. ധാരാളം പാട്ടുകൾ സ്വന്തമായി പാടിയിട്ടുള്ള സുറുമിയാണ് ഈ മറ്റൊരു ഗായിക. അതുപോലെ നൗഷാദ് തിരൂർ. നൗഷാദിനെ പറ്റി തിരൂർക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ധാരാളം വേദികളിലൂടെ, ഗാനമേള വേദികളിലൂടെ സുപരിചിതനാണ്. അതുപോലെ റിയാലിറ്റി ഷോയിലൂടെ ഒക്കെ സുപരിചിതനാണ്. അതുപോലെ മറ്റൊരു വളർന്നു വരുന്ന ഗായികയാണ് റുമൈസയാണ് ഇവിടെ മറ്റൊരു റമീസ അല്ലേ? ഓക്കെ, എനിക്ക് ഞാൻ ഈ മോളെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റമീസ അല്ലേ? ഓക്കെ. റമീസയുടെ പാട്ട് ഞാൻ കേട്ടില്ല, കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും എല്ലാവർക്കും നല്ലൊരു, കാരണം ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ആയിരുന്നല്ലോ. കൊറോണ എന്ന വലിയ മാരകമായ വലിയൊരു വിപത്ത് നമ്മൾക്കിടയിൽ കൂടെ വന്നു. അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്ന് നമ്മളെ ആകെ ടെൻഷൻ അടിച്ച് കലാകാരന്മാർക്കും മൊത്തത്തിൽ ബിസിനസ് ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുന്ന ചിലർ, ഇതുകൊണ്ട് രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും പിന്നെ നല്ലൊരു പെരുന്നാൾ ആഘോഷം ഒക്കെ നമ്മളിങ്ങനെ കൂടിയിട്ടും ഒക്കെ കുറേ ആയി അല്ലേ? പള്ളിയിൽ പോയി ഈ പെരുന്നാൾ നിസ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 1-2 തവണ. പിന്നെ തറാവി നിസ്കാരം ഉണ്ടായില്ല, ഒന്നുമില്ല, ആരാധനാ കർമ്മങ്ങളും ഒന്നും നടന്നിരുന്നില്ല. ഒരു വല്ലാത്തൊരു, നമ്മളറിയാതെ നമുക്കൊരു 2-3 വയസ്സ് കൂടിപ്പോയ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ 2-3 കൊല്ലം നമുക്ക് വയസ്സ് കൂടിയെന്നുള്ള ഒരു സങ്കടമാണ്. ഗഫൂർഖാനെ കണ്ടാൽ ഇപ്പോഴും നമ്മളെക്കാൾ യങ്ങായിട്ടാണുള്ളത്. വയസ്സ് കൂടുന്നു പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഗഫൂർക്ക് അതേപോലെ ഉണ്ട്. അത്രയും വർഷം കഴിഞ്ഞിട്ടും ഗഫൂർക്കാക്ക് യാതൊരു മാറ്റവും അങ്ങനെയല്ല. പിന്നെ ഇന്നും നന്നായിട്ട് പാടാൻ കഴിയുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷം. അത് പിന്നെ ഈ പഠിച്ചോന്ന് ഒരു ഗിഫ്റ്റാണ്. ഇപ്പോഴും പഠിച്ചോ അത് പിൻവലിക്കുന്നവരെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. തൊണ്ട ഉണ്ടെന്ന് വരെ നമുക്ക് നല്ല നല്ല പാട്ടുകളായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്താം. ഏതായാലും ഈ നിങ്ങളോടൊപ്പം ഈ പെരുന്നാൾ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും പാട്ട് പാടും. നല്ല നല്ല പാട്ടുകൾ ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് തന്നെയാണ് ഒത്തുചേർന്നിട്ടുള്ളത്. നവാസെ, പാട്ട് പാടിക്കോ. നമ്മളെല്ലാവരും ഒരു പാട്ട്, പെരുന്നാൾ പാട്ട് പാടിയല്ല, ഗഫൂർഖാൻ്റെ ഒരു പാട്ട് കേൾക്കട്ടെ. തുടക്കം ഗഫൂർക്ക് ആയിക്കോട്ടെ. ഓക്കെ, എന്നാൽ നിങ്ങൾക്കായിട്ടൊരു നല്ല പെരുന്നാൾ പാട്ട് പാടി തുടങ്ങാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ താലോലിക്കുന്ന ഒരു പെരുന്നാളുണ്ടാവും. ഒരു കുട്ടിക്കാലത്തെ പെരുന്നാൾ ഓർമ്മകളില്ലാത്തവരുണ്ടാവില്ല അല്ലേ? പണ്ട് ഈ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാം കാലഘട്ടത്തിൽ, ചെറുപ്പത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം ഒരു സിനിമക്ക് പോകലാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നിപ്പോൾ സിനിമ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ അതെ, തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ പണ്ട് സിനിമക്ക് പോയിട്ട് പിന്നെ കുറേ അടിയെല്ലാം മേടിച്ചിട്ടുണ്ട്. ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച കാര്യങ്ങളൊക്കെ എനിക്കും പറയാനുണ്ട്. നിങ്ങൾക്കുണ്ടാകും അതുപോലെ കുറേ അനുഭവങ്ങൾ. ഉണ്ടോയെന്ന് അറിയില്ല. സിനിമ കാണുമ്പോ ഇപ്പൊ വലിയൊരു വിഷയമൊന്നുമല്ലല്ലോ. ഇപ്പൊ മൊബൈൽ ഇഷ്ടംപോലെ ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ പോയി സാധാരണ അതൊരു പതിവ് സംഗതിയാണ്. ചാനലൊക്കെ കാണുന്ന അതിന് കുറെ കാലഘട്ടം മുമ്പ് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്ത് തന്നെ സിനിമ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേറെ ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അങ്ങനെ ഒരു അടി വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇത് എൻ്റെ ഉപ്പ എന്നെ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിൽ കൊണ്ടുപോയത്, അതൊക്കെ ഒരു ഓർമ്മയാണ്. ഉമ്മ പിന്നെ വീട്ടിൽ ഭയങ്കര സന്തോഷത്തിൽ, ഒരു കുട്ടിയായിട്ടുള്ള കാലഘട്ടത്തിൽ വീട്ടിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ ഉമ്മയുടെ ബിരിയാണി നമുക്ക് ഉമ്മ ഉണ്ടാക്കി തന്നതും ബിരിയാണി വാരി തിന്ന ഓർമ്മകൾ. അതുപോലെ നമ്മളൊരു കുട്ടിക്കാലത്തെ ഓർമ്മയെക്കുറിച്ചുള്ള മനോഹരമായ പാട്ടാണ്
കണ്ണൂർ സിദ്ദിഖ് എന്ന ഒരു പ്രിയ സ്നേഹിതൻ എഴുതിയ പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് നമുക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് ഞാൻ പാടുകയാണ്. മാനത്ത് പൊൻപിറ കണ്ട് തേങ്ങുന്ന പൂങ്കാറ്റേ, താഴത്ത് ഞാനും ഓരോർമ്മയിൽ വിങ്ങുകയാണേ. കൈവിട്ട റംലാനെ ഓർത്ത് നീയും കരയുമ്പോൾ, കുട്ടിക്കാലത്തെ പെരുന്നാളിൻ്റെ ഓർമ്മയിൽ ഞാനേ. മാനത്ത് പൊൻപിറ കണ്ട് തേങ്ങുന്ന പൂങ്കാറ്റേ, താഴത്ത് ഞാൻ ഓരോർമ്മയിൽ വിങ്ങുകയാണേ. ഒരു മാത്രയെങ്കിലും ഞാനൊരു കുഞ്ഞായി തീർന്നെങ്കിൽ, അന്നത്തെ കുഞ്ഞിപ്പെരുന്നാളും എന്നിൽ വന്നെങ്കിൽ, രാവ് വേളുക്കോളം പെരുന്നാളും കാത്തിരുന്നതും, പുത്തനൊടുപ്പും പിടിച്ചെന്നുറങ്ങിപ്പോയതും, ഈദ്ഗാഹിലേക്ക് പാപ്പാണ്ടൊന്നിച്ച് പോയതും, ഈണത്തിൽ ഞങ്ങളാ തക്ബീറിൽ മുങ്ങിപ്പോയതും, ഈദ് മുബാറക്ക് ചൊല്ലി തമ്മിൽ പുണർന്നതും, ഉമ്മ വിളമ്പിയ ബിരിയാണി വാരിത്തിന്നതും, കൂട്ടുകാരുമൊത്ത് ആടിപ്പാടി നടന്നിലേ, കൂട്ടച്ചിരിയും കുസൃതികൾ അന്നു കാട്ടിലേ, കാലത്തിൻ പൊൻചക്രം പിന്നിലേക്കൊന്ന് കറങ്ങുമോ, ആശിച്ച ആ മോഹമൊക്കെ ഇന്ന് നടക്കുമോ. മാനത്ത് പൊൻപിറ കണ്ട് തേങ്ങുന്ന പൂങ്കാറ്റേ, താഴത്ത് ഞാനും ഓരോർമ്മയിൽ വിങ്ങുകയാണേ. കൈവിട്ട റംലാനെ ഓർത്ത് നീയും കരയുമ്പോൾ, കുട്ടിക്കാലത്തെ പെരുന്നാളിൻ ഓർമ്മയിൽ ഞാനേ. കുട്ടിക്കാലത്തെ പെരുന്നാളിൻ ഓർമ്മയിൽ ഞാനേ. എൻ്റെ കുട്ടിക്കാലത്തെ പെരുന്നാളിൻ്റെ ഒരു ഓർമ്മയാണ് ഞാനിപ്പോൾ പാടിയത്. നമ്മൾ ഗഫൂർക്ക പാടുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ മൊത്തം ഓരോ വാക്കുകളും അത്രത്തോളം നമുക്ക് ഫീൽ ആവുന്നുണ്ട്. സത്യമായിട്ടും ഫീൽ ആവുന്നുണ്ട്. അതിന് നല്ല ആ വരിയുടെ ഒരു ക്വാളിറ്റിയാണ്. കണ്ണൂർ നമ്മള് പെരുന്നാള് കഴിഞ്ഞതും നോൻപ് കഴിഞ്ഞതും അതൊക്കെ ഒരു ഫീൽ ആവുന്നുണ്ട്. നമ്മളൊക്കെ പിന്നെ അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ അല്ലേ? അല്ലേ ഉപ്പ നമ്മള് പിന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാനൊക്കെ കൊണ്ടുപോയതും നിസ്കരിപ്പിച്ചതൊക്കെ പെരുന്നാൾ നിസ്കാരം അതൊക്കെയാണ് വലിയ. സുർബിക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടോ? സുർബി അങ്ങനെ ഓർമ്മ ഉണ്ടോ? ഇല്ലേ? സുർബി പള്ളി പോലല്ലോ. അതിന്റെ കണ്ടില്ലേ ചെറിയൊരു സങ്കടമൊക്കെ തോന്നിപ്പോയി വരികളും. ഉമ്മ വിളമ്പിയ ബിരിയാണി എന്തായാലും എല്ലാവരും കഴിച്ചിട്ടുണ്ടോ? അതെല്ലാവരും കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, നവാസ് അങ്ങനെ ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? പെരുന്നാൾ ഓർമ്മകൾ അങ്ങനെ ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ ഗഫൂർഖാനത്ത് പാട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സാധാരണ ഗഫൂർഖ പറഞ്ഞ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം പെരുന്നാൾ പള്ളിയിൽ പോവുക, മൊബൈലിലായി കളിച്ചിരിക്കുക, അതല്ലേ സംഭവം. പഴയ കാലത്ത് ഗഫൂർ ഖാന്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് പെരുന്നാളിന്റെ ഒരു വല്ലാത്ത സംഭവം. അങ്ങനെയുണ്ട്, ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ഇവിടെ എടുത്ത് പാടിയെന്നേ ഉള്ളൂ. നമ്മളെ പിന്നെ പെരുന്നാൾ പിറ ശവാലമ്പിളിയെക്കുറിച്ച് ധാരാളം കവികൾ പല പല വർണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾ നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ള പി.ടി. അബ്ദുറഹ്മാൻ, കാഫ്മല്ല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ തുടങ്ങി മീറാജ് രാവിലെ കാറ്റ്, പടവാള് മെയിലുള്ള നമ്മൾ പാടിക്കൊണ്ടിരുന്ന ഈ പാട്ടൊക്കെ ഇത് വടകര പി.ടി. അബ്ദുറഹ്മാൻ. അദ്ദേഹം ഈ പിന്നെ ശവാലമ്പിളിയെ ഈ ഉപമിച്ചിരിക്കുന്നത് പിന്നെ തേങ്ങാപ്പൂള് പോലെ എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ മധുര നാരങ്ങച്ചുള പോലെ, മധുര നാരങ്ങച്ചുള പോലെ എന്നൊരു പാട്ട്, മധുര നാരങ്ങച്ചുള പോലെ. അങ്ങനെ നിങ്ങൾ ഇതല്ലാതെ മറ്റ് എന്തെങ്കിലും ശവാലമ്പിളിയെ കുറിച്ചുള്ള വർണ്ണന ആരെങ്കിലും പാടിയതായിട്ടോ അങ്ങനെ ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ശവാലമ്പിളി 2 വർണ്ണന നമ്മൾ പറഞ്ഞു. ഏതാണ്? മധുര നാരങ്ങച്ചുള പോലെ എന്ന് പറയാറുണ്ട്, അതുപോലെ ഈ തേങ്ങാപ്പൂള് പോലെ. പൊന്നിൻ തുണ്ടം എന്ന് പറഞ്ഞിട്ട്. പൊന്നിൻ തുണ്ടം. ആ യെസ്, ഞാൻ എന്നെ കൊണ്ടൊരു പാട്ട് പാടിഞ്ഞിട്ടുണ്ട്. കതിരവനങ്ങേ കടലിൽ മുങ്ങിയ നേരത്ത് കണ്ടൊരു പൊന്നിൻ തുണ്ടം ഞങ്ങള് ഒരു പൊന്നിൻ തുണ്ടം പാട്ട് പാടോ? ആ പാട്ട് പാടാം, 4 വരി പാടാം. കതിരവനങ്ങേ കടലില് മുങ്ങണ നേരത്ത് കണ്ടൊരു പൊന്നിൻ തുണ്ടം ഞങ്ങള് മാനത്ത്, കഥ ചെന്നുടനെ ധരിപ്പിച്ച് കാര്യം സാക്ഷികൾ ശരിവച്ച് കാളിയുറപ്പിച്ച് പെരുന്നാൾ കാളിയുറപ്പിച്ച് പെരുന്നാൾ കാളിയുറപ്പിച്ച് കതിരവനങ്ങേ കടലില് മുങ്ങണ നേരത്ത് കണ്ടൊരു പൊന്നിൻ തുണ്ടം ഞങ്ങള് മാനത്ത്. അവള് പൊന്നിൻ തുണ്ടത്തെ പറ്റി പറഞ്ഞു. അതുപോലെ നൗഷാദിന് ഓർമ്മയുണ്ടോ അങ്ങനെ എന്തെങ്കിലും പെരുന്നാൾ? ഈ പറഞ്ഞതൊക്കെ തന്നെ ഇപ്പൊ ഗഫൂർക്ക പറഞ്ഞതുപോലുള്ള തേങ്ങാപ്പൂള്, പിന്നെ മധുര നാരങ്ങച്ചുള്ള, പൊന്നിൻ തുണ്ടം. ഓൾക്കറിയാം എന്തെങ്കിലും? പിന്നെ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കണ്ടായിരുന്നു? പുതുതായിട്ട് ഉണ്ടാക്കിയല്ല, പഴയതായിട്ട് അങ്ങനെ ഈ എന്താ പറയാ, പെരുന്നാൾ പാട്ടിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു വർണ്ണനയായിട്ട് തോന്നിയ ഒരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ 2 വരിയാണ് ഇവിടെ പാടുന്നത്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മളെ പ്രേം സുഹൃത്ത് എന്ന കവിയാണ്. പ്രേം സുഹൃത്തിനെ കേട്ടില്ലേ നമ്മളെ? നവാസിനെ അറിയാലോ, പ്രേം സുഹൃത്ത്. അദ്ദേഹം എഴുതിയ ഒരു പാട്ട് അതിങ്ങനെയാണ്. മുത്തായ മാറൻ വന്നാലിത്താച്ചിരിക്കും പോലെ പടിഞ്ഞാട്ട് മാനത്തൊരു പിറ തെളിഞ്ഞ് കുഞ്ഞിപ്പെരുന്നാളിൻ മഞ്ഞക്കിളി പറന്നു വന്നേ. മുത്തായ മാറൻ വന്നാലിത്താച്ചിരിക്കും പോലെ പടിഞ്ഞാട്ട് മാനത്തൊരു പിറ തെളിഞ്ഞ് കുഞ്ഞിപ്പെരുന്നാളിൻ മഞ്ഞക്കിളി പറന്നു വന്നേ. മൈലാഞ്ചി മേഘം കടൽ തിരയോടു കിസ്സ ചൊല്ലി വെയിലാടും മഗ്‌രിബിൽ തക്ബീറോതി ചെല്ലച്ചെറുകാറ്റും നാട്ടിലാകെ പറന്ന് പാടി. മുത്തായ മാറൻ വന്നാൽ ഇത്താച്ചിരിക്കും പോലെ പടിഞ്ഞാട്ട് മാനത്തൊരു പിറ തെളിഞ്ഞ് കുഞ്ഞിപ്പെരുന്നാളിൻ മഞ്ഞക്കിളി പറന്നു വന്നേ. അല്ല നവാസ, ഈ പറഞ്ഞ എങ്ങനെയുണ്ടത്? അടിപൊളി. മുത്തായ മാരൻ വരുമ്പോൾ ഇത്താക്ക് ഒരു വളരെ സന്തോഷമുള്ള ഒരു ചിരിയുണ്ട്. ആ ചിരി പോലെ മാനത്തൊരു പിറ തെളിഞ്ഞ് എന്ന് പറയുന്നൊരു വർണ്ണനയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും നമ്പർ 1 ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വർണ്ണന ശവാലമ്പിളിയെ.
ഇതിലപ്പുറം വലുതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. മധുരം നാരങ്ങച്ചോളിനെക്കാളൊക്കെ ഏറ്റവും നമ്പർ 1 ആയിട്ട് ഇതാണ് എനിക്ക് തോന്നുന്നത്. വർണ്ണിക്കാനില്ലാന്ന്. ഇപ്പൊ പെരുന്നാളിനെ കുറിച്ച് ഇപ്പോൾ ഗഫൂർക്ക ഒരുപാട് പാട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഗഫൂർക്ക എത്ര പരിചയം പെരുന്നാളുമായിട്ടുണ്ട് എന്ന് ഇപ്പൊ നമ്മളൊക്കെ ഗഫൂർക്ക പരിചയപ്പെടുത്തി. പെരുന്നാൾ പാട്ടുമായിട്ട് പരിചയമുണ്ട് കുറെ. കാരണം ഓരോ സീസണിൽ നമ്മള് ധാരാളം പാട്ടുകൾ, എനിക്ക് കുറെ നല്ല കവികളുടെ പാട്ടുകൾ കുറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മളെയൊക്കെ പരിചയപ്പെടുത്തുമ്പോ ഗഫൂർ ഖാൻ എങ്ങനെ പരിചയപ്പെടുത്തണം എന്നാണ് നൗഷാദ് ചോദിക്കാൻ പോവായിരുന്നു. ഗഫൂർ ഖാനെ പരിചയപ്പെടുത്തേണ്ടത് നവാസ്. സത്യമായിട്ടും അത്രയും ഒരുപാട് വർഷത്തെ പരിചയമുള്ള, ഒരുപാട് വർഷത്തെ, ഇപ്പോ നമ്മളൊക്കെ വളരെ ചെറുതാവുമ്പോ കാണുന്ന ഒരു പാട്ടുകാരനാണ് നൗഷാദ് ഭായ്. ഒരു 30 വർഷമായി ഈ രംഗത്ത്. 13 years. പണ്ട് കാസറ്റ് ആണല്ലോ കൂടുതലും. പണ്ട് ഞങ്ങളൊക്കെ ശരിക്കും ഈ ഓഡിയോ രംഗത്ത് വരുന്നത് ആദ്യം പിന്നെ എന്നെ KV അബുട്ടി മാഷാണ് എന്നെ ആദ്യമായിട്ട് ഒരു റെക്കോർഡിങ്ങിൽ പാടിപ്പിക്കുന്നത്. പല വേഷങ്ങൾ അണിഞ്ഞു നടക്കും ഭാരതവാസികളെ, ഭാരതവാസികളെ, കിടപ്പുമുറികൾ പലതാണെന്നാൽ തറവാടൊന്നല്ലോ, കിടപ്പുമുറികൾ പലതാണെന്നാൽ തറവാടൊന്നല്ലോ, നമ്മുടെ തറവാടൊന്നല്ലോ. ഈ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. EKM പന്നൂർ എന്ന ഗാനരചയിതാവ് എഴുതിയ ഗാനമാണ്. അത് ഏകദേശം ഒരു 92-ലൊക്കെയാണ് ശരിക്കും ഫസ്റ്റ്. അന്ന് നമ്മൾ കോഴിക്കോട് ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ വീട്ടിൽ പറഞ്ഞ മനോജ്, റെക്കോർഡിസ്റ്റ് മനോജ് ഉണ്ട് കോഴിക്കോട്, അറിയാമല്ലോ. ആ ശ്രുതിയിലെ മനോജ് എല്ലാവർക്കും അറിയാം, നമ്മളെ ആർട്ടിസ്റ്റൊക്കെ അറിയാം. ആലപ്പുഴക്കാരൻ. അദ്ദേഹം കോഴിക്കോടാണ് സെറ്റിൽ ചെയ്ത്. അദ്ദേഹം ആണ് ഈ പാട്ടിൻ്റെ ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്തത് കോഴിക്കോട് പല്ലവി സ്റ്റുഡിയോയിൽ നിന്നാണ്. പല്ലവി സ്റ്റുഡിയോയിൽ ഈ പാട്ട് 92-ലാണ് റെക്കോർഡിങ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ വോയിസ് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, എൻ്റെ റെക്കോർഡിംഗ് വോയിസ് ആദ്യമായിട്ട് എങ്ങനെ കേൾക്കുക എങ്ങനെയാണ് ഉള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനെയാണ്. പണ്ടത് സ്പൂൾ റെക്കോർഡിംഗ് ആയിരുന്നു. സ്പൂളിലൊക്കെ പാടിയവർ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സ്പൂളിലാണ് പണ്ട് ഫസ്റ്റ് റെക്കോർഡിങ് കഴിഞ്ഞിട്ടുള്ളത്. അതിലാണ് പിന്നെ അന്നത്തെ ഓഡിയോ മാസ്റ്റർ കിടക്കുന്നത് ഇതൊരു AD60 എന്ന് പറഞ്ഞ കാസറ്റിലാണ് നമ്മൾ ഇതിൻ്റെ മാസ്റ്ററൊക്കെ തയ്യാറാക്കുക. ശരിക്കും അന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ പറഞ്ഞാൽ ഒരു ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ഒരു 10-12 പീസ് ഓർക്കസ്ട്രക്കാരെല്ലാവരും രാവിലെ കൃത്യസമയത്ത് 9 മണിക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ കയറുന്നു. വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മളൊരു 9-10 പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ട്രാക്ക് പാടുന്ന ആളാണെങ്കിൽ ഈ 10 പാട്ട് നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചിട്ടായിരിക്കും അത് പാടുക. ഒരു റീടേക്ക് എന്ന അഥവാ ആരുടെങ്കിലും ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പാടെ അത് റീടേക്ക് ചെയ്യും. ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ ശരിക്കും ആർക്കെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവർ ആർട്ടിസ്റ്റിൽ പിന്നെ ഗായകരെ ചീത്ത പറയും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് പാടുക. സ്റ്റുഡിയോയിൽ കയറുമ്പം പിന്നെ ഈ 10 പാട്ട് പറഞ്ഞാൽ ശരിക്കും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആണ് പാടുക. ഇന്നത്തെ കുട്ടികളൊന്നും ശരിക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നല്ല. ആരെങ്കിലും ട്രാക്ക് പാടി വളരെ സിമ്പിളായിട്ട് പാടി. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ശ്രുതി ഔട്ടായി പണ്ട് നമ്മൾ പിച്ച് ഔട്ടായിട്ട് എങ്ങാനും പാടിയിട്ടുണ്ടെങ്കിൽ ആ പിച്ച് ഔട്ടായത് അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത് മാറ്റാനൊന്നും പറ്റില്ല. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ആത്മവിശുദ്ധിയുടെ രാപ്പകലുകൾ പുണ്യം വിതച്ച റംസാൻ വിട പറയും. വിണ്ണിൽ ഷവ്വാലിന്റെ പൊൻപിറവിയും മണ്ണിൽ തക്ബീറിന്റെ ധ്വനികളും മുഖരിതമായ ഈ മൈലാഞ്ചി ചോപ്പുള്ള പെരുന്നാളിന് ഏവർക്കും അക്ഷര കോളേജിന്റെയും ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിലെ ഏക അഡ്മിഷൻ കേന്ദ്രവുമായ KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.
അക്ഷര കോളേജും KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസും പുതിയ അധ്യയന വർഷത്തെ +1 മുതൽ PG വരെയുള്ള റെഗുലർ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി വിളിക്കൂ 9497100500 9526513344. മായാത്ത മൂല്യത്തോടെ മാറുന്ന കാലത്തിനൊപ്പം 5 പതിറ്റാണ്ടിന്റെ അഭിമാനത്തോടെ ധന്യ ടെക്സ്റ്റൈൽസ് പുത്തൻതെരു. വസ്ത്രലോകത്തിലെ ഏറ്റവും പുതിയ മോഡലുകൾ നിങ്ങൾ ആഗ്രഹിച്ച വിലയിൽ ഏറെ വിശ്വസ്തതയിൽ സ്വന്തമാക്കാം. ഓരോ നൂലിഴയും അനശ്വരതയുടെ അടയാളമാക്കുന്ന പരിപൂർണത. പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ അന്നും ഇന്നും നൂതന ഫാഷൻ വസ്ത്രങ്ങളിൽ കലർപ്പില്ലാത്ത മികവിന്റെ സാക്ഷാത്കാരം. വിവാഹങ്ങളും മറ്റാഘോഷങ്ങളും അവിസ്മരണീയമാക്കൂ. താരതമ്യങ്ങളില്ലാത്ത സെലക്ഷനും വിലക്കുറവും നിങ്ങൾ അനുഭവിച്ചറിയൂ. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി നിറപ്പകിട്ടാർന്ന വസ്ത്ര സാമ്രാജ്യം. ധന്യ ടെക്സ്റ്റൈൽസ്. ധന്യ ടെക്സ്റ്റൈൽസ്, കേപുരം, പുത്തൻതെരു. ഫോൺ 0494258246. ഇനിയും ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ. ഗഫൂർക്ക കുറേ പെരുന്നാളിൻ്റെ ഗാനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഷോസിന് പോകുന്നത് എൻ്റെതായ കുറച്ച് സൂഫി സോങ്സും റാഹത്ത് ഫത്തേ അലി ഖാൻ, നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബിൻ്റെയൊക്കെ പാട്ടാണ് കൂടുതൽ ഞാൻ പാടാറുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പാട്ട് കൂടുതൽ പാടാനും അത് കേൾക്കാനും ഇഷ്ടമാണ്. പാട്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ എന്താ പറയുക, നുസ്രത്ത് ഫത്തേ അലി ഖാൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. ഒരു 2-3 സോങ്സ് ഒരു ചെറിയ പല്ലവി മാത്രമായിട്ട് പാടാം. തുമ്ഹേ ദിൽ ലഗി ഭൂൽ ജാനി പടേഗി, തുമ്ഹേ ദിൽ ലഗി ഭൂൽ ജാനി പടേഗി, बड़ी दिल किसी से लगा कर देखो, तुम्हें दिल लगी भूले जानी पड़ेगी, तुम्हें दिल लगी भूले जानी पड़ेगी, बड़ी दिल किसी से लगा कर देखो, तुम्हारे ख्यालों की दुनिया यही है, तुम्हारे ख्यालों की दुनिया यही है, मोहब्बत की राहों में आकर दो देखो, ऐसे लहरा के तू रूबरू आ गई, ऐसे लहरा के तू रूबरू आ गई, धड़कने बेकहाशा तड़पने लगी, धड़कने बेकहाशा तड़पने लगी, दिल ऐसा लगा दर्द है सा जगह, दिल ऐसा लगा दर्द है सा जगह, टूटे दिल पे वो कागी मजा आ गया, मेरे रश के कमर, मेरे रश के कमर, तूने पहली नजर जब नजर से मिलागी मजा आ गया, मेरे रश के कमर, तूने पहली नजर, मेरे रश के कमर, तूने पहली नजर जब नजर से मिलागी मजा आ गया, जब नजर से मिलागी मजा आ गया. ഈ ഒരു പാട്ട് കൂടെ തന്നെ ഒരു നുസ്രത്ത് ഫത്തേ അലി ഖാന്റെ പാട്ടാണ്. തൂ ഖുജാ മൻ ഖുജാ, തൂ ഖുജാ മൻ ഖുജാ, തൂ ഖുജാ മൻ ഖുജാ, तू खुजा मन खुजा, ओ अमीरे हरम मैं फकीरे अजम, ओ अमीरे हरम मैं फकीरे अजम, तेरे दुल और ये लब मैं तलब ही तलब, तेरे दुल और ये लब मैं तलब ही तलब, तू अदा ही अता, तू खुजा मन खुजा, तू खुजा मन खुजा, तू
കൂജാ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ കൂടുതൽ ഞാൻ ഷെവന് പാടാറുണ്ട്. അപ്പോൾ എന്തായാലും സുറുമിൻ്റെതായ സോങ്സ് ഉണ്ട്, നമ്മുടെ നൗഷാദ് ഖാൻ്റെതായ സോങ്സ് ഉണ്ട്. നവാസിന്റെ വോയിസിന് ചേരുന്നതാണ് ഈ സോങ്ങുകളൊക്കെ. നവാസ് ഭായിയുടെ പാട്ട് ഞങ്ങൾക്ക് പിന്നെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ധാരാളം കല്യാണ പരിപാടികൾക്ക് പോകുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നവാസിനെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അന്നൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ അന്ന് തന്നെ നവാസിൻ്റെ വോയിസ് ഒരു പ്രത്യേകതരം വോയിസ്. ഈ കുട്ടി ഇപ്പം നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഞങ്ങളൊക്കെ എല്ലാവരും അടക്കം പറയാറുണ്ടായിരുന്നു നവാസിന്. പിന്നെ നവാസിന് ഒരു പിന്നെ ഏഷ്യാനെറ്റിലൂടെ നവാസ് ഇങ്ങനെ കുതിച്ച് കയറുന്നതാണ് പിന്നെ കണ്ടത്, റിയാലിറ്റി ഷോയിലൂടെയാണ്. കാരണം ധാരാളം പ്രേക്ഷകരുള്ള ഒരു ഷോ ആയിരുന്നു അത്. മൈലാഞ്ചിയിൽ വരുന്ന മുന്നേ തന്നെ നവാസ് തിരൂരൊക്കെ വരാറുണ്ട്. നവാസ് ഒരു കോംബി ആയിട്ടാണ് ഹബീബ് നവാസും ഹബീബും കൂടെ ഒരു ടീമായിരുന്നു കാസർഗോഡ്. രണ്ട് നൗഷാദ് ഖാക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പെരുന്നാളിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പെരുന്നാൾ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെരുന്നാൾ പാട്ടായിക്കോട്ടെ, പെരുന്നാളിന്റെ രണ്ടുപേര് പാടാം തീർച്ചയായിട്ടും. കുട്ടികൾക്കുള്ള പെരുന്നാൾ കൂടുതൽ സന്തോഷം. പെരുന്നാൾ ആഘോഷമാണ്, പെരുന്നാൾ പാട്ട് തന്നെ. പെരുന്നാൾ പാട്ട് കൂടുതൽ പാടുന്നതാണ് നല്ലത്. മനസ്സുകളിൽ ഇശൽ തക്ബീർ മാനവർക്കേക കബീർ. ഈ പെരുന്നാൾ ഈദുൽ ഫിത്തർ ഈലുകൾ പൂമ്പനി നീ. മനസ്സുകളിൽ ഇശൽ തക്ബീർ മാനവർക്കേക കബീർ. ഈ പെരുന്നാൾ ഈദുൽ ഫിത്തർ ഈലുകൾ പൂമ്പനി നീ. ഇതുപോലുള്ള ഒരുപാട് പെരുന്നാൾ പാട്ടുകളുണ്ട്. പിന്നെ പെരുന്നാളിൽ തന്നെ നമ്മൾ ഇപ്പോൾ പെരുന്നാൾ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കൂടുതൽ പോവാറുണ്ടല്ലോ. നമ്മൾ കുറേ നല്ല നല്ല ഡിവോഷണൽ ഇപ്പോൾ മൂസൊക്കെ പാടിയ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാറുണ്ട്. തീർച്ചയായിട്ടും. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലാഹില്ല സകലമറിയുന്നോ സകലമറിയുന്നോ. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ, നീയല്ലാതൊരിലാഹില്ല സകലമറിയുന്നോ സകലമറിയുന്നോ. നമ്മുടെ പ്രിയപ്പെട്ട നവാസും നൗഷാദും നമുക്കായിട്ട് നല്ല പെരുന്നാൾ പാട്ടുകളിലൂടെ പാടി സമ്മാനിച്ചു. സുറുമിയോടെ പോയി സുറുമി പാടുന്നില്ല. സുറുമി പാട്ട്. സുറുമിക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. വയനാട്ടിന്റെ രണ്ട് ജില്ലകളിലാണല്ലോ, ഒന്ന് മലപ്പുറം. അതെ, വയനാടിനും മലപ്പുറത്തും അവ രണ്ട് സമ്മിശ്രമാണ്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, മലപ്പുറം ആണോ ഇഷ്ടം, വയനാടാണോ ഇഷ്ടം? മലപ്പുറം, തിരൂർ പറഞ്ഞോ. തിരൂർ നല്ല പ്രോത്സാഹനമുള്ള സ്ഥലമാണ് മലപ്പുറം ജില്ല. അത് നവാസിനും അനുഭവമാണല്ലോ, ഗഫൂർക്കും ഇല്ലേ? നല്ല പ്രോത്സാഹനമുള്ള ജില്ലയാണ്. പിന്നെ എന്റെ നാടാണ് സുറുമി നല്ല സ്ഥലത്തേക്ക് തന്നെ എത്തിപ്പെട്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. ഇല്ല ഇല്ല, അതെ 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 അതെ. വയനാട്ടിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം കുറവാണ്. നല്ല കലാകാരന്മാരെ നല്ല സ്നേഹത്തോടെ വയനാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഇവിടെ അല്ല, നല്ല സ്നേഹത്തോടെ വളരണമെങ്കിൽ കലാപരമായി കഴിവുള്ളവർ വളരണമെങ്കിൽ വയനാട്ടിൽ നിന്ന് താഴോട്ട് തന്നെ ഇറങ്ങണം. അത് ഇറങ്ങിയിട്ട് എനിക്ക് നല്ലതാണ് ഉണ്ടായിട്ടുള്ളത്. സുറുമി ഇപ്പോ തിരൂര് വരുന്നതിന്റെ മുന്നേ തിരൂരിനായിരുന്നു ഒരുവിധം പ്രോഗ്രാം. ഏറ്റവും കൂടുതൽ തിരൂരല്ലേ, ഉപ്പാന്റെ കൂടെ തിരൂരായിരുന്നു. അതെനിക്ക് പെരുന്നാളിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നതേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തിരൂര് അക്ബർക്ക് ആയിരുന്നു പ്രോഗ്രാം വിളിച്ചോണ്ടായിരുന്നു. ഇല്ല ഇല്ല, അക്ബർക്ക് ഇപ്പൊ തുടങ്ങിയതല്ലേ, ഹസ്ബൻഡാണ്. നൗഷാക്ക് പറഞ്ഞല്ലേ വയനാട്ടിൽ നിന്ന് തിരൂരാണെന്ന്. ശരിയാണ്, പെരുന്നാളിനൊക്കെ
രാവിലെ 10 മണിയാകുമ്പോൾ വയനാട്ടിൽ നിന്ന് തിരിച്ചാലേ ഇവിടെ വൈകുന്നേരം പ്രോഗ്രാമിന് എത്താൻ പറ്റുള്ളൂ. അതെ, ആ സമയത്തൊക്കെ തിരൂര് വരുമ്പോൾ പെരുന്നാളിന് പാടിയുന്ന പാട്ട് സുറുമിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്. അന്ന് പാടിയിരുന്ന പെരുന്നാൾ പ്രോഗ്രാമിനൊക്കെ തിരൂര് വരുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട്, പെരുന്നാളിന്റെ പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. ഏതായാലും സുറുമിയെ കൈരളിയുടെ പട്രുമാൽ എന്ന റിയാലിറ്റി ഷോ ആണ് ലൈഫ് തന്നെ മാറ്റിമറിച്ചത്. തീർച്ചയായിട്ടും അല്ലേ? പ്രേക്ഷകരിൽ ആ റിയാലിറ്റി ഷോ ആണ് സുറുമി എന്ന പേര് കൂടുതൽ എത്തിച്ചത്. എന്തായാലും അത് അംഗീകരിച്ചാൽ മതിയാവും അല്ലേ? സുറുമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരുപാട് പാട്ടുകളുണ്ട്, ആ കൂട്ടത്തിലൊരു പാട്ടാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നമുക്ക് വേദികളിൽ അങ്ങനെ ഒരു മെലഡി ഒന്നും പാടാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു അവസരത്തിലാണ് നമുക്ക് പാടാൻ കഴിയുന്നത്. അത് ഈ തമസിനപ്പുറത്തുണ്ടൊരു അതുകൊണ്ടൊരു പാട്ട്. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞ ഒരു കവിയാണ്. ഒരു നല്ല സൂപ്പർ ഹിറ്റായിട്ട് കുറെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് റഹ്മാൻ മുന്നൂർ. അത് രണ്ടുപേരും പാടാം. ഈ തമസിനപ്പുറത്തൊരു വെളിച്ചമുണ്ടോ, ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ചമുണ്ടോ, ഈ തമസിനപ്പുറത്തൊരു വെളിച്ചമുണ്ടോ, ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ചമുണ്ടോ, പാറി പാറി പറന്നെത്തിയ ഹുദ്ഹുദ് പക്ഷി പറയൂ, പ്രളയവെള്ളമിറങ്ങുന്നു കര കാണുന്നു, ഈ തമസിനപ്പുറത്തൊരു വെളിച്ചമുണ്ടോ, ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ചമുണ്ടോ. ചുട്ടുപൊള്ളും മണൽ കാറ്റിൽ ഏറെ കാലം ഞാനലഞ്ഞു, തൊട്ടു മുന്നിൽ മരീചിക കണ്ടു നുണഞ്ഞു, ചുട്ടുപൊള്ളും മണൽ കാറ്റിൽ ഏറെ കാലം ഞാനലഞ്ഞു, തൊട്ടു മുന്നിൽ മരീചിക കണ്ടു നുണഞ്ഞു, പാട്ടുപാടി വന്നണയും കാഫിലകളെ, പാട്ടുപാടി വന്നണയും കാഫിലകളെ, ചൊല്ലു ഒട്ടു ദൂരം ഇനിയുണ്ടോ മരുപ്പച്ചയ്ക്ക്, ഈ തമസിനപ്പുറത്തൊരു വെളിച്ചമുണ്ടോ, ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ചമുണ്ടോ, പാറി പാറി പറന്നെത്തിയ ഹുദ്ഹുദ് പക്ഷി പറയൂ, പ്രളയവെള്ളമിറങ്ങുന്നു കര കാണുന്നു, പ്രളയവെള്ളമിറങ്ങുന്നു കര കാണുന്നു. മനോഹരമായ പാട്ടാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ റമീഷ ഏത് പാട്ടാണ് പാടേണ്ടത് എന്നൊരു അല്ലേ? അതെ, ശരിക്കും ഞാൻ ഏത് പാട്ട് പാടണം ഇവരെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, നമ്മളെല്ലാവരും പാടുമ്പോൾ റമീഷ ഏത് പാടണം എന്ന ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. പ്രേക്ഷകരും തന്നെ റമീഷ ഏത് പാട്ടാണ് പാടുക
എന്നാണ്. തീർച്ചയായും. അപ്പോൾ റമീഷ, ഈ പെരുന്നാളിന്റെ നമ്മളെ ഈ പെരുന്നാൾ ദിനത്തിൽ ഏത് പെരുന്നാൾ പാട്ട് പാടോ? പെരുന്നാൾ പാട്ട് എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ പെരുന്നാളിൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് മൈലാഞ്ചിയാണ്. ശരിക്കും നല്ല 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 മൈലാഞ്ചി വരക്കുന്നത്. ശരിക്കും ഒരു കല്യാണ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ പോകുന്നത്, ആ കല്യാണ തലേന്ന് എന്തെല്ലാം പരിപാടി നടക്കുന്നു, ആ ഒരു ശരിക്കും ആ ഒരു വൈബ് തന്നെയാണ് ശരിക്കും നമ്മൾ ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം നടക്കുന്നത് അല്ലേ. ഞാനൊക്കെ കൂടുതലായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത ആ ഒരു കാര്യം. കാരണം പഴയ രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിക്ക് കൂടുതലായിട്ട് പ്രാധാന്യമുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നില്ല. ഇപ്പോൾ മാഷ് കുറേ മുന്നത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ അത് എക്സൈറ്റഡ് കേട്ടിരിക്കുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഉപ്പ പറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് ശരിക്കും നമുക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു കല്യാണ വീട്ടിൽ നമ്മൾ ആ ഒരു മൈലാഞ്ചി മൊഞ്ച് ശരിക്കും നമുക്കറിയാം ഭയങ്കര രസകരമായിട്ടുള്ളൊരു നിമിഷമാണ്. അങ്ങനെ ആ ഒരു മൈലാഞ്ചി പാട്ടാണ് ഞാനിവിടെ രണ്ടുപേരും പാടാൻ പോകുന്നത്. നമ്മളെ ചിത്രേച്ചി പാടിയിട്ടുള്ള കല്യാണ പെണ്ണിന് ചേലുള്ള മൈലാഞ്ചി എന്നുള്ള ഒരു പാട്ടാണ്. കല്യാണ പെണ്ണിന് ചേലുള്ള മൈലാഞ്ചി, കണ്ണാടി കൈകളിൽ റങ്കുള്ള മൈലാഞ്ചി, കല്യാണ പെണ്ണിന് ചേലുള്ള മൈലാഞ്ചി, കണ്ണാടി കൈകളിൽ റങ്കുള്ള മൈലാഞ്ചി, തന്നാരം പാടി അരച്ചുള്ള മൈലാഞ്ചി, തരുണീവൾ താളത്തിലടിക്കും മൈലാഞ്ചി, തന്നാരം പാടി അരച്ചുള്ള മൈലാഞ്ചി, തരുണീവൾ താളത്തിലടിക്കും മൈലാഞ്ചി, കല്യാണ പെണ്ണിന് ചേലുള്ള മൈലാഞ്ചി, കണ്ണാടി കൈകളിൽ റങ്കുള്ള മൈലാഞ്ചി. ഓക്കെ, താങ്ക് യു. അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടി. അല്ലേ ഗഫൂർക്ക, രമേശ് അല്ലേ? രമേശ് ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എന്താ തോന്നി? ഇപ്പം പാടിയപ്പോഴും സംസാരിച്ചപ്പോഴും ഇത്ര പ്രതീക്ഷയില്ലല്ലോ അല്ലേ? അല്ല, നമ്മളെല്ലാവരും ഇവിടുന്ന് സംസാരിക്കുമ്പോൾ അവളിങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറയാം, നിങ്ങൾ 4 പേരും ഈ ഒരു ഫീൽഡിന് അത്രയധികം നെഞ്ചിലേറ്റി അതിനത്ര താലോലിക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് അനുഭവങ്ങൾ പറയണം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ശരിക്കും അത് എത്രത്തോളം നമുക്കത് എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ വേറെ ഒന്നുമല്ല. ഗഫൂർഖാൻ്റെ ഞാൻ ചെറുത് തൊട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. ഗഫൂർഖാൻ്റെ വലിയ ഫാനാണ്. ഗഫൂർഖാൻ്റെ ശബ്ദത്തിൻ്റെ വലിയ ഫാനാണ്. പിന്നെ മാപ്പിള പാട്ടിൽ ഇത്ര നല്ലൊരു ശബ്ദമുള്ള മാഷാ അല്ലാഹ് ഗഫൂർഖാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഗഫൂർഖാൻ്റെ പെരുന്നാൾ പാട്ട്, ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടിത്തരാം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട നവാസ് ഭായ്, കാരണം ഞാൻ ധാരാളം പെരുന്നാൾ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കേട്ട് മറന്നുള്ള ഒരു പെരുന്നാൾ പാട്ടാണിത്. അന്നും ഇന്നും പാടുന്നത് നമ്മളെ പ്രിയപ്പെട്ട എസ് എ ജമീൽ സാഹിബിൻ്റെ ഒരു ബ്രദറാണ് നിലമ്പൂർ ഷാജി. നമ്മളെ 14 രാവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പാടിയിട്ടുള്ള അഹദോൻ്റെ തീരം നമുക്ക് പാടിയിട്ടുള്ള സിംഗർ. അദ്ദേഹം പാടിയ ഒരു പാട്ടാണ് ഇത്. നമ്മളെ ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയിട്ട് TC കോയ എന്ന്, അദ്ദേഹം ഇപ്പം കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട്, TC കോയക്ക, അദ്ദേഹം ഈണമിട്ടുള്ള ഒരു പാട്ടാണിത്. ഈ പാട്ട് പിന്നെ നമ്മളെ ചെറിയ പെരുന്നാൾ എല്ലാ വേദികളിലും അധിക ഗായകരൊക്കെ പാടുന്നൊരു പാട്ടാണ്. ആ പാട്ട് നമുക്കിവിടെ പാടാം. ശവ്വാല് മാസ നീലാവ് വിരിഞ്ഞ് ശറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ്, ശവ്വാല് മാസ നീലാവ് വിരിഞ്ഞ് ശറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ്, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തെളിവേറും ചെറിയ പെരുന്നാള് തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശവ്വാല് മാസ നീലാവ് വിരിഞ്ഞ്
ഷറഫു ഈദുൽ ഫിത്തർ തെളിഞ്ഞ്. മാനത്ത് മൈലാഞ്ചി പുള്ളികൾ പോലെ ചേലൊത്ത് താരം തിളങ്ങുന്നു നീളെ തിളങ്ങുന്നു നീളെ. മാനത്ത് മൈലാഞ്ചി പുള്ളികൾ പോലെ ചേലൊത്ത് താരം തിളങ്ങുന്നു നീളെ. അത്തറ് പൂശി വരുന്നൊരു കാറ്റ്, അത്തറ് പൂശി വരുന്നൊരു കാറ്റ്, അതിമോദത്താൽ ചൊല്ലി പെരുന്നാൾ പാട്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ് ഷറഫു ഈദുൽ ഫിത്തർ തെളിഞ്ഞ്. ശവ്വാൽ മാസ നിലാവ് വിരിഞ്ഞ് ഷറഫു ഈദുൽ ഫിത്തർ തെളിഞ്ഞ്. ഇങ്ങനെ മനോഹരമായ ഒരു പാട്ടാണ് ഇത്. എല്ലാവരും പാടുന്ന ഒരു പെരുന്നാൾ പാട്ട് തന്നെയാണ് ഇട്ടത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ആത്മവിശുദ്ധിയുടെ രാപ്പകലുകൾ പുണ്യം വിതച്ച റംസാൻ വിട പറയും. വിണ്ണിൽ ഷവ്വാലിന്റെ പൊൻപിറവിയും മണ്ണിൽ തക്ബീറിന്റെ ധ്വനികളും മുഖരിതമായ ഈ മൈലാഞ്ചി ചോപ്പുള്ള പെരുന്നാളിന് ഏവർക്കും അക്ഷര കോളേജിന്റെയും ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിലെ ഏക അഡ്മിഷൻ കേന്ദ്രവുമായ KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. അക്ഷര കോളേജും KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസും പുതിയ അധ്യയന വർഷത്തെ +1 മുതൽ PG വരെയുള്ള റെഗുലർ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി വിളിക്കൂ 9497100500 9526513344. മായാത്ത മൂല്യത്തോടെ മാറുന്ന കാലത്തിനൊപ്പം 5 പതിറ്റാണ്ടിന്റെ അഭിമാനത്തോടെ ധന്യ ടെക്സ്റ്റൈൽസ് പുത്തൻതെരു. വസ്ത്രലോകത്തിലെ ഏറ്റവും പുതിയ മോഡലുകൾ നിങ്ങൾ ആഗ്രഹിച്ച വിലയിൽ ഏറെ വിശ്വസ്തതയിൽ സ്വന്തമാക്കാം. ഓരോ നൂലിഴയും അനശ്വരതയുടെ അടയാളമാക്കുന്ന പരിപൂർണത. പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ അന്നും ഇന്നും നൂതന ഫാഷൻ വസ്ത്രങ്ങളിൽ കലർപ്പില്ലാത്ത മികവിന്റെ സാക്ഷാത്കാരം. വിവാഹങ്ങളും മറ്റാഘോഷങ്ങളും അവിസ്മരണീയമാക്കൂ. താരതമ്യങ്ങളില്ലാത്ത സെലക്ഷനും വിലക്കുറവും നിങ്ങൾ അനുഭവിച്ചറിയൂ. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി നിറപ്പകിട്ടാർന്ന വസ്ത്ര സാമ്രാജ്യം. ധന്യ ടെക്സ്റ്റൈൽസ്. ധന്യ ടെക്സ്റ്റൈൽസ്, കേപുരം, പുത്തൻതെരു. ഫോൺ 0494258246. ഇനിയും ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ. നമ്മളെ നവാസേ ഇപ്പോൾ കുറേ ഹിന്ദി പാട്ട് ആയിട്ടാണ് വന്നത്. പക്ഷെ ആ കാലത്ത് തന്നെ തിരൂരൊക്കെ വരുമ്പോൾ മാപ്പിളപ്പാട്ട് പാടാറുണ്ട്. കൂടുതൽ മാപ്പിളപ്പാട്ട് പാടാറുണ്ട്. ഇപ്പോൾ ഹിന്ദി പാടുന്നതിൻ്റെ കൂടെ തന്നെ കുറേ മാപ്പിളപ്പാട്ട് പാടാറുണ്ട്. അപ്പോൾ ആ ഒരു പാടിയ പാട്ടുകൾ നമുക്കൊന്ന് കേൾക്കാമല്ലോ. ആ അന്ന് പാടിയുന്ന മാപ്പിളപ്പാട്ടുകളൊക്കെ. മുത്തുവൈര കല്ല് വെച്ച് രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം. മാതളപ്പൂ പോലെ പെണ്ണ്
ചിരിക്കും നേരം മുത്തുവൈര കല്ല് വെച്ച രക്തമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം തനദന്ത 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 തനദനിനോ തനദന്ത 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 തനദനിനോ മുത്തുവൈര കല്ലു വെച്ച രക്തമാല മാറി ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം ഈ പാട്ടിനെ കൂടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നമ്മുടെ മൂസക്കാൻ്റെ പാട്ടാണ് മാണിക്യമലർ. ഈ ഒരു പാട്ടിന് സാമ്യമായിട്ടുള്ളൊരു പാട്ടാണ്. ഖാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിൽ നയിച്ച് കണ്ട നേരം ഖൽബിനുള്ളിൽ മോഹമോദിച്ച് കച്ചവടവും കഴിഞ്ഞ് മുത്തറസൂലുള്ളാഹ് കല്യാണാലോചനയ്ക്കായി ബീവി തോലിഞ്ഞ് മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. ബീവി ഖദീജ എന്ന് പുതുമണവാട്ടി ചമഞ്ഞ് മുത്ത് റസൂലുള്ള പുതു നാരി ചമഞ്ഞ് കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് ബാല്യബൂ താലിബിനും സമ്മതമാണ് സമ്മതമാണ്. തനദന്ത 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 തനദനിനോ തനദന്ത 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 തനദനിനോ. ഈ പാട്ടുകൾ പാടുമ്പോൾ ഗഫൂർക്ക ഒരു പാട്ടുണ്ടല്ലോ, സിഫത്തുകൾ ഏറെയുണ്ട്. ഇതൊക്കെ നല്ല നല്ല പാട്ടുകളാണ്. ആ ഒരു പാട്ട് സിഫത്തുകൾ ഏറെയുണ്ട്. സിഫത്തുകളേറെയുണ്ടോ സുറുമക്കണ്ണിണകളിൽ സുരഭി സുമറാണി സുഭവാനിൽ ഒളിയുവാൻ സുമധുരം നുണയുവാൻ വാണി പുതുനാരി പൂമുല്ലേ പൂത്തുതിൽക്കാൻ പൂമാരൻ വന്നു നിന്റെ പൂമുല്ലേ പൂത്തുതിൽക്കാൻ പൂമാരൻ വന്നു നിന്റെ സിഫത്തുകളേറെയുണ്ട് സുറുമക്കണ്ണിണകളിൽ സുരഭി സുമറാണി സുഭവാനിൽ ഒളിയുവാൻ സുമധുരം നുണയുവാൻ വാണി പുതുനാരി. എല്ലാവരും പാടുന്നൊരു പാട് പണ്ടത്തെ സിഫത്ത് എന്ന ഓഡിയോ ആൽബത്തിന് വേണ്ടി പാടിയാണ്. അതുപോലെ തന്നെ അക്കാലത്തൊരു സൂപ്പർ ഹിറ്റായിരുന്നു. മറ്റേ ഏഴ് കടലും കടന്നു വരും കാറ്റിന് പോലും ഏഴഴകുള്ള ഹൂറിയെ കാണാൻ മോഹം. ഏഴ് കടലും കടന്നു വരും കാറ്റിന് പോലും ഏഴഴകുള്ള ഹൂറിയെ
കാറ്റിന് വരും കാറ്റിന് പോലും ഏഴഴകുള്ള ഹൂറിയെ കാണാൻ മോഹം. തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഈ കല്യാണത്തിനൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന അന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ തകർക്കുന്ന ഒരാളാണ് ഒരു കല്യാണ പാട്ടായിക്കോട്ടെ. ഗഫൂർക്ക പാടി വെച്ചൊരു പാട്ടാണ് സിഫത്തുകൾ. ഇത് പാടാത്ത കല്യാണ പാട്ടുകളില്ല, കല്യാണ വീടുകളില്ല എന്നാണ് പറയാം അല്ലേ? ഇപ്പൊ കണ്ണൂർ ഭാഗങ്ങളിലല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ വേറെ കല്യാണ വീടുകളിലും പാടുന്ന ഒരു പാട്ടാണ് സിഫത്തുകൾ. എല്ലാവരും പാടുന്ന പാട്ടാണ്. ഇനി ഇതേപോലെ ഗഫൂർക്ക പാടി വെച്ച വേറെ പാട്ടുകൾ, കല്യാണ പാട്ടുകൾ. മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിൽ അന്നും ഇന്നും വർഷങ്ങളായിട്ട് നമ്മൾ കല്യാണ വീടുകളിലും അതുപോലെ പൊതുവേദികളിലും ഒക്കെ മാപ്പിളപ്പാട്ട് വേദിയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പാട്ടാണ് ചില സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. ആ കൂട്ടത്തിൽ ഒന്നാണ് നമ്മളെ സമീപകാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പീർ മുഹമ്മദ് സാഹിബും ശൈലജയും പാടിയിട്ടുള്ള അഡ്വക്കേറ്റ് OV അബ്ദുള്ള ഗാന രചന നിർവഹിച്ച് ഏറ്റവും പറയിടം വിട്ടിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ വരി പാടാം. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്ന് പാടാം. ഓക്കെ. അഴകേറും നോളേവ കാഞ്ചന മാല്യം ചൂടിക്കാൻ സുന്ദര രൂപനം മഹമൂദിവിടെ നിൽപ്പുണ്ട്. ആകാശത്തിൻ്റെ തെളിമയിൽ ചന്ദ്രൻ വിലസുമ്പോൾ മഹ്മൂദേ സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോൾ മഹമൂദേ പോകൂ നീ ചുംബന ഹർഷം നൽകൂ നീ കല്യാണരാവിൻ്റെ ആനന്ദരാഗം കേൾക്കാനാ മണവാളൻ മഹമൂദിന് എന്തൊരാനന്ദം, പുതുനാരി ആയിഷക്ക് എന്തൊരാഹ്ലാദം. പുതിയൊരു ജീവിത ഗാനം തുടങ്ങാൻ, പുതിയൊരു ജീവിത രാഗങ്ങൾ ശ്രമിക്കാൻ, പുതിയൊരു ജീവിത കഥകൾ രചിക്കാൻ ദാമ്പത്യ പൂങ്കാവിതിലായി വന്നു നിൽക്കുന്നേ. ദമ്പതികൾ സർവസുഖങ്ങൾ നേരുന്നു ഞങ്ങൾ. സുന്ദരനാം പുതുമാരന്റെ നോട്ടം, സുന്ദരി പുതു പെണ്ണിന്റെ നേട്ടം, കേൾക്കുന്നു പൊട്ടി ചിരിയുടെ നാദം. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ. ആസുരമാം ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ. ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ. ആസുരമാം ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ. ബാസുരമാം ഭാവി ഞങ്ങൾ നേർന്നിടുന്നല്ലോ നല്ലൊരു ആശംസ കല്യാണപ്പാട്ടാണ്. അന്നും ഇന്നും നമ്മളൊരു ഹിറ്റായിട്ട് എപ്പോഴും ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ സോങ്ങായിട്ട് ഒരു വേദിയിൽ പാടുന്ന പാട്ടാണ്. നമ്മൾ 2 വർഷത്തിന് ഗ്യാപ്പ് ഉള്ള ഒരു പള്ളിക്ക് പെരുന്നാളിന് പള്ളി കൂടിയിട്ടും അല്ലാതെ ടോട്ടലി എല്ലാ മതസ്ഥർക്കും ആരാധന പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഒരു
2 വർഷത്തെ കാലമാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ സന്തോഷമാണ്. ഒരു കുറെ കൂടെ പെരുന്നാൾ സത്യം പറഞ്ഞൊരു ആഘോഷിക്കാൻ പറ്റിയൊരു സന്ദർഭമാണ് സത്യം പറഞ്ഞാൽ. ഈ റംസാൻ മാസം ശരിക്ക് പ്രാവശ്യം അതിൻ്റെ പൂർണ്ണതയോട് കൂടിയിട്ട് എല്ലാവരും അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് തറാവി നമസ്കാരവും നമസ്കാരത്തിനൊക്കെ മുഴുകുകയും ഫുൾ ടൈമായിട്ട് അതിൽ ശ്രദ്ധ ചെലുത്താൻ ഇത്തവണ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ദാനധർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മാസം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിൽ കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പലരും. അങ്ങനെയൊക്കെയാണ്. കാരണം കൊറോണ വന്ന ഈ ക്ഷീണം നമ്മൾ എല്ലാവർക്കും വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ മറന്നുകൊണ്ടാണ് ആളുകൾ ഇത്തവണ ഈ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ എടാ ഒന്നും ഇങ്ങോട്ട് നോക്കടാ, ചൂടെടുക്കണ്ട. പിന്നെ നമ്മളെല്ലാ പെരുന്നാളും ഈ പെരുന്നാളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഓഡിയോ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഈ പെരുന്നാൾ കിളി എന്ന ഒരു വർക്ക് എപ്പോഴും ഇറക്കാറുണ്ട്. അത് ഏകദേശം ഒരു 10-12ഓളം വോളിയം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ കാസർഗോഡ് നിന്നാണ് നമ്മൾ സഫീർ കുമ്പള എന്ന് പറഞ്ഞ ആളാണ് ഈ ഇതിൻ്റെ തുടക്കം ഇട്ടത്. ഏതൊരു പാട്ടിന് തുടക്കം അത് കാസർഗോഡ് നിന്നാണ്. നമ്മളെ കാസർഗോഡ് എങ്ങനെയാണ് കാസർഗോഡ് പൊങ്ങിയാണ്ടോ? അല്ല കൊടുക്കണം. ശരിക്കും മാപ്പിളപ്പാട്ട് കൂടുതൽ വേദികളിലൊക്കെ നമ്മൾ ഇപ്പം ദുബായിൽ പോയാലും അറിയാം. അവിടെ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് കാസർഗോഡുകാരുടെ കൈയടിയാണ്. ഞാനൊക്കെ എൻ്റെ ഭാഗ്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് അവിടെ കേട്ടോ. ഞാനിട്ട് 10-12 വർഷം ഞാൻ കാസർഗോഡായിരുന്നു, കുറേ വർഷങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വണ്ടൂരിലേക്ക് എൻ്റെ ചരിത്രം പറയാൻ കുറേ ഉണ്ട്. നമുക്കിപ്പോൾ പെരുന്നാൾ പാട്ടിലേക്ക് പോകാനോ പക്ഷേ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു തന്നത് പ്രേം സുഹൃത്ത് എഴുതിയ ഒരു പെരുന്നാൾ കിളി എന്ന, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പെരുന്നാൾ കിളി എന്ന ആൽബത്തിലെ ആദ്യത്തെ പാട്ടാണ് ഇത്. ഞാൻ പാടിയാണ്. ആ പാട്ടിൻ്റെ വരി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. പെരുന്നാൾ പൊന്നമ്പിളി പടിഞ്ഞാട്ട് കണ്ടടി, മഹിയാകെ പൂത്തിരി മതിയോളം പത്തിരി, നീ ചുട്ട് കൊണ്ടുപാടി, ഓഹോ നീ ചുട്ട് കൊണ്ടുപാടി, നീ ഇളം ചൂടോടെ കൊണ്ടുപാടി, ഓഹോ പെരുന്നാളിൻ കോളുതാടി. പെരുന്നാൾ പൊന്നമ്പിളി പടിഞ്ഞാട്ട് കണ്ടടി, മഹിയാകെ പൂത്തിരി മതിയോളം പത്തിരി, നീ ചുട്ട് കൊണ്ടുപാടി, ഓഹോ നീ ചുട്ട് കൊണ്ടുപാടി, നീ ഇളം ചൂടോടെ കൊണ്ടുപാടി, ഓഹോ പെരുന്നാളിൻ കോളുതാടി. മൈലാഞ്ചി തേക്കണം, ബിരിയാണി വെക്കണം, പുലരിപ്പൂങ്കോഴിയെ ചേലിയിലറുക്കണം, കയ്യാളെ കൂട്ടിപാടി, ഓഹോ കയ്യാളെ കൂട്ടിപാടി, ഓഹോ എല്ലാരും ഒത്തുപാടി, ഒരു നല്ല പെരുന്നാളിൻ കോള് താടി. മൈലാഞ്ചി തേക്കണം, ബിരിയാണി വെക്കണം, പുലരിപ്പൂങ്കോഴിയെ ചേലിയിലറുക്കണം, കയ്യാളെ കൂട്ടിപാടി, ഓഹോ കയ്യാളെ കൂട്ടിപാടി, ഓഹോ എല്ലാരും ഒത്തുപാടി, ഒരു നല്ല പെരുന്നാളിൻ കോള് താടി. ഇതൊക്കെ അന്നത്തെ പെരുന്നാൾ പാട്ട് സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. ഇതൊക്കെ പെരുന്നാൾ പൊന്നമ്പിള്ളി പടിഞ്ഞാട്ട് കണ്ടടി. ഗഫൂർഖാന്റെ പാട്ടൊക്കെ ഡിഫറെന്റ് പാട്ടാണ് അല്ലേ? നമ്മൾ കേൾക്കാത്ത കുറെ പാട്ടുകൾ. ആ പുസ്തകം കണ്ടാൽ മനസ്സിലായില്ലേ? ഞാൻ പുസ്തകം എടുത്ത് പാടാൻ ഇതിലും നമ്മളെ മെമ്മറിയിൽ നിൽക്കൂലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് പാടണം തോന്നി പെരുന്നാൾ പാട്ട് ഈ സന്ദർഭത്തിൽ. അങ്ങനെ പാടിപ്പോയതാണ്. ഓക്കെ, സുറുമിക്ക് എന്തെങ്കിലും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പാട് സുറുമി.
സുർമിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് ഗഫൂർക്കാടെ കൈ തന്നെയുള്ളൂ. സുർമി പള്ളി പോകാറുണ്ടോ ഈ പെരുന്നാളിന്റെ ഈദ് ഗായന് പോകാറുണ്ടോ? അതിന്റെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാം. ഇനി അടുത്ത് എനിക്കാണല്ലേ അത്. എന്തെങ്കിലും വിശേഷങ്ങൾ പറ, കേക്കട്ടെ. ആൾക്കാർക്ക് കേൾക്ക, പ്രേക്ഷകർക്ക് എന്തായാലും കേൾക്കേണ്ട താല്പര്യം. പെരുന്നാൾ എനിക്ക് കൂടുന്നത് വയനാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം എവിടെയാണ്. കാരണം പെരുന്നാൾ നോമ്പിനൊക്കെ ഫുള്ള് തറാവി നമസ്കാരത്തിന് പോവും. പിന്നെ അത് കഴിഞ്ഞാൽ പെരുന്നാളിന് രാവിലെ തന്നെ നല്ല രസമാണ് കേട്ടോ. അല്ല, അങ്ങനെ തിരൂര് തറാവിക്ക് പോകില്ലെന്നാണോ? പോകുന്നു പറഞ്ഞാണ്. തിരൂര് പോകും, വയനാട്ടിലല്ല. വയനാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് ഇവിടെയാണ് പെരുന്നാൾ നോമ്പ് കൂടാൻ ആഗ്രഹം. തിരൂരിലാണ് ഇഷ്ടം. കാരണം ഇവിടുന്ന് നോമ്പിന് തറാവി നമസ്കാരത്തിന് പോകുന്നു, അതുപോലെ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നു, അതിനുശേഷം കുടുംബ സന്ദർശനം നടത്തുന്നു. വാ, അടിപൊളിയാണ് പെരുന്നാള്. മൈലാഞ്ചി ഇടലൊന്നുമില്ല. മൈലാഞ്ചി ഇടലോ പിന്നെ പറയാതിരിക്കോ? അത് നിർബന്ധമല്ലേ ഞങ്ങൾക്ക്. മൈലാഞ്ചി റെഡിമെയ്ഡ് മൈലാഞ്ചി ഇടോ അതോ ഒറിജിനൽ മൈലാഞ്ചി ഇടോ? ഒറിജിനൽ മൈലാഞ്ചി നമ്മൾ കള്ളം പറയരുതല്ലോ, അതിപ്പോ ഇല്ലല്ലോ. അങ്ങനെയല്ല, പക്ഷെ ഒറിജിനൽ മൈലാഞ്ചി ഇപ്പൊ ആരും ഇടുന്നില്ലല്ലോ. ആരും ഇടുന്നില്ല അത്. ഇല്ല, ഇപ്പൊ എല്ലാരും പണ്ട് ഇല്ലില്ല, ഇപ്പൊ കുറവാ. മൈലാഞ്ചി ചെടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. പണ്ട് എന്റെ മാമാന്റെ അനിയത്തി ഇളയമ്മ അവരൊക്കെ മൈലാഞ്ചി അരച്ചിട്ട് ഈ സെന്ററിൽ ഇങ്ങനെ വട്ടത്തില് ഓർമ്മയുണ്ട്. ഇപ്പൊ കയ്യില് പല ഡിസൈനുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ മോളൊക്കെ ചെയ്യുന്നുണ്ട്. മൈലാഞ്ചി, പഴയ മൈലാഞ്ചി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴുള്ള കുട്ടികൾ അതിന് തയ്യാറല്ല. ഇപ്പൊ ട്യൂബിന്റെ കാലാണല്ലോ, യൂട്യൂബ്. ചക്കയുടെ വിളഞ്ഞ് കുത്തിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ മൈലാഞ്ചി ഇടലുണ്ട്. നിങ്ങൾ അന്ന് കണ്ടിട്ടില്ല അന്ന് മോളെ? ആ ഡിസൈൻ ചെയ്യല് പിന്നെ ചക്കയുടെ വിളഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ ഡിസൈൻ ചെയ്തത്. അതിന്റെ മേലെ മൈലാഞ്ചി ഇട്ടിട്ടാണ്. അങ്ങനെയൊക്കെയാണ് ചെയ്യല്. ഒന്നും അറിയുന്നില്ലല്ലോ. ഉമ്മാട് ചോദിച്ചു കേട്ടോ, ഉമ്മാനോട് ചോദിച്ചത്. അങ്ങനെയൊക്കെ റമീസൊക്കെ വന്നറിയില്ല. റമീഷ മോൾ ഏത് പാട്ട് പാടാൻ തയ്യാറായിരിക്കാന്ന് തോന്നുന്നു. ഏതൊരു പാട്ട്? ഏതാ പാടും മോളെ? എറിഞ്ഞോളി മൂസക്കയുടെ മൈലാഞ്ചി ഗാനം തന്നെയാണ്. മൈലാഞ്ചി അരച്ചല്ലോ. മൈലാഞ്ചി അരച്ചല്ലോ, മലർ കയ്യിൽ പതിച്ചല്ലോ, മൈക്കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ, നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. മൈലാഞ്ചി അരച്ചല്ലോ, മലർ കയ്യിൽ പതിച്ചല്ലോ, മൈക്കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ, നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. ഇടനെഞ്ചിൽ തൊടിമുട്ട് കടക്കണ്ണിൽ പാടവിട്ട് ചൊടികളിവൾക്കിന്ന് നശീതപ്പാട്ട്, മുല്ലച്ചൊടി പോലെ പൂളകങ്ങളുടെ പൂമൊട്ട്, മൈലാഞ്ചി അരച്ചല്ലോ, മലർ കയ്യിൽ പതിച്ചല്ലോ, മൈക്കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ, നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. അടുത്ത വരി പാടുമോളെ? അറിയില്ല. അടുത്തതായിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷ ഉള്ളൊരു സോങ്ങാണ് അത്. ശരിക്കും നമ്മുടെ നൗഷാദ് ഖാൻ ഏത് പ്രോഗ്രാമിൽ പോയാലും ശരി ആളുകൾ ആവശ്യപ്പെട്ട ഒരു പാട്ടുണ്ട്, മഹിൽ മഹാസീൻ എന്ന് തുടങ്ങുന്നത്. കാരണം ഞാനേത് നൗഷാദ് ഖാൻ ചെറുത് മുതൽ എന്നെ ഒരുപാട് വേദികളിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നൗഷാദ് ഖാൻ അന്നേ ആളുകളൊക്കെ പറയും നൗഷാദ് ഖാൻ വരുന്ന ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ മഹിൽ മഹ പാടണം. അത് നൗഷാദ് ഖാൻ്റെ മാത്രം അവകാശമായിരുന്നത്. അപ്പോൾ നൗഷാദ് ഖാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട്. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലാ
മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്കും മരതകവും നാണിക്കും അഴകായി വേവുന്നു മറിമിഴിയാണ് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസ്നുൽ ജമാല്. മഹയിൽ മഹാസീനെന്ന് മഹിമയെഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. നൗഷാദ ഈ പാട്ട് എഴുതിയതാരാന്നറിയാമോ? ഇല്ല. ശരിക്കും എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതിലെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേജിൽ ഒരുപാട് സ്റ്റേജുകളിൽ നൗഷാദിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നൗഷാദ് പാടിയതാണ് നൗഷാദിന്റെ മാത്രം പാട്ടാണെന്നാണ് ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് പിന്നെ പി.ടി. അബ്ദുർ റഹ്മാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാഫല കണ്ട പൂങ്കാറ്റയും ഒക്കെ ഇത് അദ്ദേഹം തന്നെ എഴുതിയ പാട്ടാണ്. യഥാർത്ഥത്തിൽ ഈ പാട്ട് എല്ലാവരും മഹിയിൽ മഹാസീൻ എന്ന് പറയുമ്പോൾ ശരിക്കത് മഹിയിൽ മഹാസീൻ എന്ന് മഹിമയഴും സുൽത്താൻ എന്നാണ്, അങ്ങനെയാണ് പാടേണ്ടത് കേട്ടോ. ശരിക്കും പിന്നെ മഹിയിൽ അത് മഹിയിൽ മലയാളത്തിൽ നിന്ന് മഹാസീൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മഹാസീൻ എന്ന പ്രശസ്തനായ രാജാവിൻ്റെ മഹിമയഴും പിന്നെ മോളാണ് ഹുസ്നുൽ ജമാൽ. ആ രാജാവിൻ്റെ മോളാണ് ഹുസ്നുൽ ജമാൽ എന്നാണ് ആ വരികൾ. ഇതേപോലെ തന്നെ ഒരു പാട്ട് മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഇതേപോലെ തന്നെ ഒരു പാട്ട് തെറ്റിദ്ധാരണയുള്ള ഒരു പാട്ടായിരുന്നു ഉണ്ടോ സഖി. എല്ലാ ആൾക്കാരും ഉണ്ടോ സഖിയാണ് ചോദിക്കാണ്. എല്ലാരും ആദ്യം പാടിക്കൊണ്ട് ഉണ്ട് സഖി അങ്ങനെയായിരുന്നു പാടിക്കൊണ്ടായിരുന്നു. സുർബി കുറെ സമയം പാട്ട് പാടാൻ എടുക്കുന്നത്, നമ്മളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത്. സുർബിന്റെ ഒരു പാട്ട് പാടാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. പട്ടണം ചുറ്റി കറങ്ങും പാട്ടുകാരിയാണു ഞാൻ, പിച്ച് തിണ്ടാൻ ഭൂമിയിൽ പിറന്നു വീണതാണു ഞാൻ. പട്ടിണി കിടന്നു ഞാനിൻ ഒട്ടിയ വയറുമായി, പട്ടിയെ പോലെ അലഞ്ഞതോർമ്മയിൽ ഓരോണമായി. പട്ടണം ചുറ്റി കറങ്ങും പാട്ടുകാരിയാണു ഞാൻ, പിച്ച് തിണ്ടാൻ ഭൂമിയിൽ പിറന്നു വീണതാണു ഞാൻ.
കോന്തലക്കൽ നീ എനിക്ക കെട്ടിയ നെല്ലിക്ക കണ്ട് ചുരൽ വീശില്ലേ നമ്മുടെ മൊല്ലാക്ക ഒത്ത് പള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കാട്ടിലെ കോളാമ്പിപ്പൂക്കൾ നമ്മളെ വിളിച്ചു, കാറ്റ് കേറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ചു. കാട്ടിലെ കോളാമ്പിപ്പൂക്കൾ നമ്മളെ വിളിച്ച്, കാറ്റു കേറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ച്. കാലമാം നിലങ്ങിയെത്ര പൂക്കളെ പെരുത്ത്, കാലമാമിലങ്ങിയെത്ര പൂക്കളെ പൊഴിച്ച്. കാത്തിരിപ്പും മോഹവും എങ്ങനെ പിഴച്ച്. ഓത്തു പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്ത് കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കൃഷ്ണേട്ടൻ നമ്മളെ പല പാട്ടുകളും പാടി വിസ്മയിപ്പിച്ചിട്ടുണ്ട്. വളരെ കൃഷ്ണേട്ടൻ ഒരു ഈ 7/8 താളത്തിലെ പാട്ടുകൾ അധികം ഒരു ഭയങ്കര മീനിങ് ഫുള്ളായിട്ടുള്ള പാട്ടുകളാണ്. കറവറ്റ പശുവിന് മാംസവില, കഴിവറ്റ മനുഷ്യനോ പുല്ലുവില, സ്നേഹമെന്നാൽ വെറും മോഹവില, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തിവല. കറവറ്റ പശുവിനു മാംസവില, കഴിവറ്റ മനുഷ്യനോ പുല്ലുവില, സ്നേഹമെന്നാൽ വെറും മോഹവില, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തിവല, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തിവല. ഉടനെ കഴുത്തൻ്റേതറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. സാധനം നമ്മൾ ബലിപെരുന്നാളിന് നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും പാടുന്നു. ബലിപെരുന്നാളിൻ്റെ ബലിപെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും പാടുന്ന പാട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒത്തുകൂടിയൊരു പെരുന്നാൾ ഇതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെരുന്നാൾ നമ്മൾ ആഘോഷമാക്കുക, ഈ സന്തോഷം പരസ്പരം പങ്കുവെക്കുക, പരസ്പരം സ്നേഹം കൈമാറുക, അല്ലേ? കുടുംബക്കാരൊക്കെ ആയിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക, അയൽപക്കക്കാരായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കൊണ്ടുവന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. അയൽപക്കത്ത് എന്ത് സംഭവിക്കുന്നു നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ചുറ്റുപാട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഈ പെരുന്നാൾ എനിക്ക് ഇവിടെയൊക്കെ പറയാനുള്ള ഒരു സന്ദേശം. ഞങ്ങളൊക്കെ ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നു. ഞങ്ങളുടെ ചെറിയ കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇനിയും കുറേ പെരുന്നാൾ കൂടാൻ നമുക്ക് അള്ളാഹു സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈദ് നിലാവ് എന്ന ഈ എളിയ പെരുന്നാൾ പ്രോഗ്രാം ഒരു തക്ബീറോട് കൂടി ഞങ്ങൾ അവസാനിപ്പിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.